നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ മലയാള സിനിമ വ്യവസായവുമായി നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീസണാണ് ഓണം സീസൺ എന്ന് പറയുന്നത്. ഓണം സീസണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിനിമ കാണുന്ന എല്ലാ ഫാമിലീസും ആ സമയത്ത് ഒരുമിച്ച് തിയേറ്ററുകളിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, സ്കൂള് അവധി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷെ സാധാരണ രീതിയിൽ ഒരു ആഴ്ചയിലോ മാസത്തിലോ 1-2 സിനിമ കാണുന്ന ഒരു ഫാമിലി ഈ ഒരു സീസണിൽ വരുമ്പോൾ 1-2 ചിലപ്പോൾ ഇറങ്ങിയ എല്ലാ പടങ്ങളോ തിയേറ്ററിൽ പോയി കാണാനുള്ള സാധ്യതയും ഉണ്ട്. അതായത് സിനിമ വ്യവസായവുമായി നോക്കുമ്പോൾ ഓണം സീസണിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നിച്ച് തിയേറ്ററുകളിൽ വരുന്നത്. അത് ഇതിനു മുമ്പുള്ള ചരിത്രമൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ വലിയ സിനിമകളാണ് ആ സീസണിൽ സാധാരണയായിട്ട് ഓണത്തിന് ഏറ്റുമുട്ടാറ്. പലപ്പോഴും മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ സിനിമകൾ അവിടെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ വർഷം വരുമ്പോൾ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമകളില്ല. എന്നാൽ ഇവരുടെ സാന്നിധ്യം തിയേറ്ററുകളിൽ ഉണ്ടാകും എന്നുള്ളതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഓണത്തിന് റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചും അതിന്റെ ഒരു സാധ്യതകളെ കുറിച്ചുമാണ്. ഇതൊരു സംസാരം മാത്രമാണ്, എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഈ ഒരു സംസാരത്തിൽ പങ്കുചേരാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാം. നിങ്ങളും പ്രതീക്ഷിക്കുന്ന സിനിമ ഏതാണെന്നും താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർണ്ണമായും സിനിമ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ് നമ്മൾ ഈ ചാനൽ സ്ഥിരമായി ഇടാറ്. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് വളരെ വലിയ സിനിമകൾ തന്നെയാണ് ഈ സീസണിൽ വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട 3 സിനിമകൾ എന്ന് പറയുന്നത്, ഒന്ന് ടോക്സിക് എന്ന് പറയുന്ന സിനിമ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നുണ്ട്. അത് അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്ന് 1 എന്ന് തുടങ്ങുകയാണെങ്കിൽ ഖലീഫ എന്നുള്ള സിനിമ വരുന്നുണ്ട്. പൃഥ്വിരാജ് സുകുമാരന്റെ സിനിമയാണ്. അടുത്തത് ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. അത് ദുൽഖർ സൽമാന്റെ സിനിമയാണ്. അടുത്തത് ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. അത് നിവിൻ പോളിയുടെ സിനിമയാണ്. ഈ 3 സിനിമകളിലാണ് നമുക്ക് ഇപ്പോൾ എടുത്തു പറയേണ്ട 3 സിനിമകൾ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഓരോ സിനിമയായിട്ട് പറയുമ്പോൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ ടോക്സിക് എന്ന് പറയുന്ന സിനിമയെ എടുത്ത് വച്ച് തന്നെ തുടങ്ങാം. ടോക്സിക്കിനെ പറ്റി പറയുമ്പോൾ ഗീതു മോഹൻദാസ് ആണ് സിനിമയുടെ സംവിധായിക. ട്രെയിലർ, ടീസർ കാര്യങ്ങളെല്ലാം തന്നെ തരംഗമായി കൊണ്ടിരിക്കുകയാണ്. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ വലിയ റീച്ച് അല്ലെങ്കിൽ പ്രതീക്ഷയുള്ള സിനിമയാണ് ടോക്സിക് എന്ന് പറയുന്നത്. KGF ശേഷം നമ്മുടെ യഷ് നായകനായി വരുന്ന സിനിമയാണ്. ഓഗസ്റ്റ് 26 ചിത്രം റിലീസ് ചെയ്യുന്നത്. കിയാര അദ്വാനി, നയൻതാര പോലുള്ള വലിയ താരനിര ഈ സിനിമയ്ക്കുണ്ട്. തീർച്ചയായിട്ടും ഒരു പാൻ ഇന്ത്യൻ സിനിമ ആയതുകൊണ്ടും യഷിന് നല്ല രീതിയിലുള്ള ഫാൻസ് കേരളത്തിലുള്ളത് കൊണ്ടും ഓഗസ്റ്റ് 26 ഓണം ടൈം ആയതുകൊണ്ടും തന്നെ ഈ സിനിമ വലിയ രീതിയിലുള്ള ഒരു തിയേറ്റർ കൗണ്ട് പിടിക്കാനും നല്ല രീതിയിൽ പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹിറ്റായി മാറാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. സിനിമയുടെ ബഡ്ജറ്റ് ഞെട്ടിക്കുന്നതാണ്. സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് 500 കോടിക്ക് മുകളിലാണ് ബഡ്ജറ്റ് എന്നുള്ളതാണ്. എത്രത്തോളം സത്യമുണ്ട്, എങ്ങനെ ഇത് റിക്കവർ ചെയ്യും എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ 500 കോടിക്ക് മുകളിലാണ് ടോക്സിക് എന്ന് പറയുന്ന സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ആ സിനിമ ഒരു 1.5 മുതലായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളത്. ഗീതു മോഹൻദാസ് അതെങ്ങനെ സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടി അറിയേണ്ടതാണ്. നല്ല രീതിയിലുള്ള ആളെ കേരളത്തിൽ പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ കേരളത്തിൽ നിന്ന് പിടിക്കാൻ ആ സിനിമയ്ക്ക് സാധിക്കും. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമയാണ്. ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഓണം സീസണിൽ എനിക്ക് ഇപ്പോൾ കണ്ണടച്ച് പറയാൻ സാധിക്കുന്ന ഒരു ഹിറ്റ് ചിത്രമായിരിക്കും ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്നുള്ളതാണ്. ഗിരീഷ് ഏടി എന്ന് പറയുന്ന സംവിധായകനിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. വേറെ ഒന്നും ഉൾക്കൊള്ളാതെ, അതായത് സിനിമയുടെ സബ്ജക്ട് എന്താണെന്നോ അതിന്റെ പാട്ടുകളുടെ പറ്റിയോ അല്ലെങ്കിൽ കഥയെ പറ്റിയോ ഒന്നും അറിയാതെയാണ് ഞാൻ ഈ പറയുന്നത്. ഗിരീഷ് ഏടി എന്ന് പറയുന്ന സംവിധായകനിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, നിവിൻ പോളിയുടെ ഈ ചിത്രം ഓണത്തിന് സാമ്പത്തിക വിജയം നേടുന്ന ഒരു സിനിമയായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്ന ഒരു സിനിമയായിരിക്കും. പക്ഷെ ഓണം വിന്നർ ഈ സിനിമ ആയിരിക്കില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ തന്നെ ഉറപ്പിച്ചു പറയുന്നു. ഓണം വിന്നറിന് വേറെയും ടീമുകളുണ്ട്. അപ്പോൾ ഈ സിനിമ ഓണം വിന്നർ ആയിരിക്കില്ല. വിന്നർമാരുടെ ഇടയിൽ വിജയിച്ച് നിൽക്കുന്ന ഒരു താരമായിട്ട് തന്നെ ഈ സിനിമ മാറും. നിവിൻ പോളിക്ക് വീണ്ടും ഒരു നല്ല പേര് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സത്യത്തിൽ നിവിൻ പോളിയെ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അയാൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കളി എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള സാധനമാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് ഹിറ്റായ സിനിമയായാലും സർവമായ ഇതായാലും ഒക്കെ ഒരു വെള്ളമുണ്ട കൊടുത്തിട്ട് ഒരു സാധാരണ കള്ളി ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു നാട്ടുകാരനായിട്ട് ഒരു
നാടൻ പഴയ സത്യനന്ദിക്കാട് സിനിമകളിൽ കാണുന്ന ജയറാമിന്റെ ഒക്കെ കഥാപാത്രം പോലെയുള്ള ഒരു കഥാപാത്രമാണ് നിവിൻ പോളിക്ക് സത്യത്തിൽ ചേരുക. അതല്ലാതെ വേറെ എന്ത് കാണിക്കാൻ അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചാലും അതിന്റെ ഒന്ന് ആ ഒരു +2 കോളേജ് ടൈം കഴിഞ്ഞു പോയി പ്രായം കൊണ്ട്, ബാക്കി ഏത് ടൈപ്പ് കഥാപാത്രം എടുത്താലും ഇപ്പോൾ കൈ പൊള്ളുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഈ സേഫ് സോണിൽ നിന്ന് കളിച്ചിട്ട് വീണ്ടും മറ്റോ വലിയ പിടുത്തം പിടിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗിരീഷ് ഷേഡി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും, പടം ഹിറ്റായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് ആര് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് 2 സിനിമകളുടെയും കാര്യം ഒരുമിച്ച് തന്നെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമയാണ്, മറ്റൊന്ന് ഖലീഫ എന്ന് പറയുന്ന സിനിമയാണ്. ഐ ആം ഗെയിം ആയിക്കോട്ടെ, ഖലീഫ ആയിക്കോട്ടെ, മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ബഡ്ജറ്റ് ചിത്രങ്ങളുടെ ലിസ്റ്റിൽ പെടുത്താവുന്ന രീതിയിലാണ് വരുന്നത്. രണ്ടിന്റെയും കൃത്യമായിട്ടുള്ള ബഡ്ജറ്റുകളൊന്നും തന്നെ പുറത്തു വരുന്നില്ല എന്നുണ്ടെങ്കിലും 40 കോടി 50 കോടി രൂപ ഇതാണ് ബഡ്ജറ്റാണ് സിനിമയ്ക്ക് വരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഖലീഫ കുറച്ചുകൂടി കൂടുതൽ ബഡ്ജറ്റ് ഉണ്ട് എന്നും കൂടി കേൾക്കുന്നു. അതായത് ഈ ഐ ആം ഗെയിമിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റ് ഉണ്ട് എന്നും കൂടി കേൾക്കുന്നു. രണ്ടുപേരും പ്രൊഡ്യൂസർമാരായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതായത് ദുൽഖർ സൽമാൻ ആയാലും പൃഥ്വിരാജ് ആയാലും ഒക്കെ ഈ 2 സിനിമകളുടെയും പ്രൊഡ്യൂസർ പാർട്ണർമാരിലും ഉണ്ട്. അത് ഷെയർ ആയിട്ട് വാങ്ങുന്നതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേഫെയറർ ഫിലിംസ് തന്നെയാണ് ഐ ആം ഗെയിം തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് കുറച്ചും കൂടെ സേഫ് സോണിൽ നിന്ന് കളിക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഇവിടെ കാശും കൂടുതലാണ്, ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടി ഒരു നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും അത് റിക്കവർ ചെയ്യുക എന്നുള്ളതും കൂടി നോക്കേണ്ടതുണ്ട് ഖലീഫയുടെ കാര്യത്തിലേക്ക്. എന്നാൽ ഐ ആം ഗെയിമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഐ ആം ഗെയിം നല്ല രീതിയിൽ തന്നെ പ്രതീക്ഷയുള്ള ഒരു കാര്യമാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ദുൽഖറും ആന്റണി വർഗീസും ഒന്നിച്ച്, അതായത് പെപ്പയും ഒരുമിച്ച് അഭിനയിക്കുന്നു. നിഹാസ് ഹിദായത്താണ് സംവിധാനം എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും ആന്റണീനെ ഇതിനകത്തും കൂടെ കൂട്ടിയിരിക്കുന്നത്. ദുൽഖറിന്റെ കൂടെ ഇവര് രണ്ടുപേരും കൂടി വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതൊന്ന് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിഹാസിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി നമുക്ക് പറയാൻ സാധിക്കും. ആക്ഷൻ ഓറിയന്റഡ് സാധനമായിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറും പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ പല ഹോളിവുഡ് ടൈപ്പ് ഗാംബ്ലർ സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ടൈപ്പ് സാധനമായിരിക്കും ഇതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ്, അത് തന്നെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഈ ആക്ഷന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ആ ഒരു മൂഡിലാണ് ഈ സിനിമ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ യൂത്ത് ആ സിനിമ ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അതായത് നവ് യു സീ മീ പോലെയുള്ള സിനിമകൾ, അല്ലെങ്കിൽ അതേപോലെയുള്ള സ്മഗ്ലിംഗ് സിനിമകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗാംബ്ലിംഗ് സിനിമകൾ, ഇതൊക്കെ 100 കണക്കിന് സിനിമകൾ ഹോളിവുഡിൽ നിന്ന് സ്റ്റൈലിഷ് സിനിമകൾ കിട്ടാനുണ്ട്. ആ ഒരു വിഭാഗത്തിലാണ് ഈ സിനിമ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തിയേറ്ററുകൾ, അതും നല്ലൊരു സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ വന്നാൽ, ഈ ഒരു ടൈപ്പ് ഐറ്റമാണ് എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പൊടി പാറിക്കും ഈ സിനിമ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കിങ് ഓഫ് കൊത്തയുടെ ബഡ്ജറ്റൊക്കെ തന്നെ ഇതിനും വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു. കിങ് ഓഫ് കൊത്ത ഒരു ദുരന്തമായി മാറിയിരുന്നു. അതിനുശേഷം അതേ ബഡ്ജറ്റിൽ തന്നെ വീണ്ടും ഇദ്ദേഹം തന്നെ വരുന്ന ഒരു സിനിമയാണ്. എങ്ങനെയുണ്ടായിരിക്കും, കൊത്തയാവാതിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി നമ്മൾ ഖലീഫയിലേക്ക് വരുന്ന സമയത്ത് ഖലീഫ പൃഥ്വിരാജിന്റെ ഒരല്പം മോശം സമയത്താണ് വരുന്നത് എന്ന് തന്നെ പറയാം. പൃഥ്വിരാജിനെതിരെ വലിയ സംഘടനകളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്യും, ഇപ്പൊ ഈ വീഡിയോയിൽ പറയണ്ട. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമകളിൽപ്പെട്ട ഒന്നായിട്ടാണ് ഖലീഫ വരുന്നത്. അതും ഇതുപോലൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ വരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് വലിയൊരു ഹിറ്റാക്കി മാറ്റേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അർജുൻ ദാസ് ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വരുന്നു. വൈശാഖിന്റെ സംവിധാനം. ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം സംശയമാണ്. ഈ പറഞ്ഞ മാതിരി ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു പ്രൊമോഷൻ വർക്കുകൾ, അല്ലെങ്കിൽ ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമയുമായിട്ട് സത്യത്തിൽ ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ഐ ആം ഗെയിമും ഖലീഫയും തമ്മിലാണ്. ബഡ്ജറ്റ് വൈസ് ആയാലും താരപദവി വെച്ച് നോക്കിയാലും ഈ രണ്ടുപേരുടെയും ഇടയിൽ ഊളാക്കത്തിൽ വന്ന് ബദലഹം കുടുംബ യൂണിറ്റ് ഹിറ്റടിച്ച് നമ്പർ 1 സ്ഥാനം നേടുമോ എന്നുള്ളതും പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഈ ഓണത്തിന് ഏറ്റവും വലിയ ഫൈറ്റ് നടക്കാൻ പോകുന്നത് ഈ 2 പേർക്കിടയിലാണ്. രണ്ടും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ വരും കാലത്ത്, പണ്ട് കാലങ്ങളിൽ നമ്മൾ മോഹൻലാൽ മമ്മൂട്ടി സിനിമകൾക്ക് സംഭവിച്ച ആ ഒരു ഓളം നമുക്ക് ഈ ഓണത്തിന് ഈ 2 താരങ്ങൾക്കിടയിൽ നിന്ന് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ഐ ആം ഗെയിം ആയിരിക്കും ഈ സീസൺ വിന്നർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട സിനിമയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഖലീഫ ഒരുപക്ഷെ ഒരു
അതായത് വൈശാഖ് സിനിമകളുടെ ഈ ടൈപ്പ് സിനിമകളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും രസകരമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ ബിൽഡപ്പ്, നമുക്ക് പുറത്തുനിന്ന് അകത്തോട്ട് കയറാൻ തോന്നുന്ന രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടാവും. അകത്ത് കയറി കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. കുറെ കൺകെട്ട് വിദ്യകളിലൂടെ അങ്ങനെയൊക്കെയോ പടം കൊണ്ടുപോകുന്നതാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഈ സിനിമ എങ്ങനെയുണ്ടാവും എന്നുള്ളത് നോക്കാം. തിരക്കഥാകൃത്തിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തിരക്കഥാകൃത്താണ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് സബ്ജക്റ്റ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിക്കാം. പക്ഷെ വൈശാഖ് ഈ പറഞ്ഞ മാതിരിയുള്ള കാശ് പൊട്ടിച്ചുള്ള മേക്കിങ്ങിൽ അദ്ദേഹം പലപ്പോഴും പാളി പോകുന്നത് കാണാറുണ്ട്. എന്താവും ഈ സിനിമയുടെ കാര്യത്തിൽ എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ട സിനിമകളും പ്രതീക്ഷിക്കുന്ന സിനിമകളും എന്ത് തന്നെയായാലും താഴെ രേഖപ്പെടുത്തുക. എനിക്ക് തോന്നുന്നത് അയാം ഗെയിം ആയിരിക്കും വിന്നർ എന്ന് തോന്നുന്നു. ഇനി അയാം ഗെയിം വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സാധ്യത ഞാൻ കൊടുക്കുന്നത് അയാം ഗെയിമിനെയും ഖലീഫയെയും ഇടിച്ചു മറിച്ചിട്ടുകൊണ്ട് ബദ്ലഹേം കുടുംബ യൂണിറ്റ് നമ്പർ 1 എത്താനും സാധ്യതയുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് മറ്റു 2 സിനിമകൾക്കും ഒരു ആവറേജ് അഭിപ്രായമോ അല്ലെങ്കിൽ മോശം അഭിപ്രായമോ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ആ 2 സിനിമകളും വലിയ വിജയമായിട്ട് മാറാം. പക്ഷെ ഖലീഫ വലിയ പോസിറ്റീവ് കിട്ടാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നില്ല. അത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഇപ്പോൾ തോന്നുന്നത്. പടം ഇറങ്ങി കഴിയുമ്പോൾ അറിയാൻ സാധിക്കും. അയാം ഗെയിമിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.